ഒരു നടൻ അല്ലെങ്കിൽ സിനിമാ രംഗത്ത് അഭിനയിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം ആ സിനിമ പോലെ തന്നെ രസകരമായിരിക്കും എന്നാണ് പലപ്പോഴും ഒരു പെർസ്പെക്റ്റീവ് ഉള്ളത്. അവനെന്താ കുറവ്, അവന് പൈസയില്ലേ, അവന് വണ്ടിയില്ലേ, അവൻ തകർത്ത് കിടക്കുകയാണ്, നാട്ടുകാരറിയില്ലേ, ഫെയിമല്ലേ. ഇതിൻ്റെ പിന്നിലൊരു ലൈഫുണ്ട്, യഥാർത്ഥ ജീവിതം. അത് അരുണിനെ എന്താണ് പഠിപ്പിച്ചിരിക്കുന്നത്? സിനിമ കൂടുതൽ കൂടുതൽ ജനകീയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു നടൻ എന്നുള്ള നിലയിൽ ഇതൊരു ഈസി ഗെയിമല്ല അനീഷ്, ഒരിക്കലും ഒരു ഈസി ഗെയിമല്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ താരങ്ങൾ എന്നുള്ള പ്രയോഗമല്ലേ, അത് ഒരു കൊമേഴ്ഷ്യൽ പോയിന്റിൽ മാത്രമേ ഇപ്പോൾ നിലനിൽക്കുന്നുള്ളൂ. മുമ്പ് നമ്മൾ ചലച്ചിത്ര താരം എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. അപ്പോൾ താരമല്ല, ഇന്ന് നമ്മൾ വളരെ കോമണായി ഇടപെട്ട് തുടങ്ങി എന്നുള്ളതാണ്. എല്ലാവരും സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാ ആളുകളും. അപ്പോൾ ആ വ്യത്യാസമുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ കോൺവെർസേഷൻ തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ ഈസി അല്ല സിനിമയുടെ ഒരു സഞ്ചാരമുണ്ടല്ലോ, അത് ഈസി അല്ല. അത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ വിചാരിക്കുന്ന, ഇപ്പോൾ ഒരു സംവിധായകനെ സംബന്ധിച്ച് അയാൾ വിചാരിക്കുന്ന വിഷയം അയാൾ വിചാരിക്കുന്നത് പോലെ ചെയ്യാൻ വളരെ കുറച്ച് പേർക്ക് പറ്റിയിട്ടുണ്ടാവുള്ളൂ. പറ്റിയിട്ട് തന്നെ ഉണ്ടാവില്ല പലർക്കും. അത് ചലച്ചിത്ര നടന്മാരിൽ ഉറപ്പായിട്ടുണ്ട്. കാരണം നമ്മളെ മറ്റുള്ളവർ ജോലി ചെയ്യാൻ വിളിക്കുമ്പോഴാണ് നമ്മൾ റിലവൻ്റ് ആവുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രഗിൾ എപ്പോഴും ഉണ്ടാവും. ഒരു വെയിറ്റിംഗ് ഉണ്ട് ഒരു എല്ലാ ആർട്ടിസ്റ്റുകളും. ഞാൻ സാങ്കേതിക പ്രവർത്തകരെയും കൂടിയാണ് പറഞ്ഞത്. മനസ്സിലായി. ഒരു വെയിറ്റിംഗ് ഉണ്ട്. അതൊരു അൺസർട്ടനിറ്റി ആണോ? അതൊരു അൺസർട്ടനിറ്റിയാണ്. ആ അൺസർട്ടനിറ്റി എൻജോയ് ചെയ്താൽ മാത്രമേ ഇവിടെ ഈസി ആയിട്ട്. എങ്ങനെ എൻജോയ് ചെയ്യും അൺസർട്ടനിറ്റി? അത് എൻജോയ് ചെയ്യണം. അൺസർട്ടനിറ്റി ലൈഫിനുണ്ട്. ലൈഫുമായിട്ട് അതിനെ റിലേറ്റ് ചെയ്യണം വേണ്ടത്. നാളെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ആ അൺസർട്ടനിറ്റി ഉണ്ട്. ഇത് പറയുന്നത് സിമ്പിളാണെങ്കിലും നമുക്ക് ആ അൺസർട്ടനിറ്റി സമയം സർവൈവ് ചെയ്യണ്ടേ? അൺസർട്ടനിറ്റി സർവൈവ് ചെയ്യണം. അത് നമ്മൾ സർവൈവ് ചെയ്യണം. അതിന് തയ്യാറായിട്ടാണ് വരേണ്ടത്. അത് ഓരോ തൊഴിൽ മേഖലയിലും ഉണ്ട്. അത് ഇനി അങ്ങോട്ട് പോകുന്നതോറും ഇത് കൃത്യമായിട്ട് റിലവൻ്റ് ആവും. അത് മനസ്സിലാവേണ്ടതാണ്. ഇങ്ങനെ ഈ ഒരു ജോലി ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ ഈ അൺസർട്ടനിറ്റിയിലൂടെ, അനിശ്ചിതത്വത്തിലൂടെ കൃത്യമായിട്ട് നമ്മൾ കടന്നു പോകണം. അപ്പോൾ നമ്മളൊരിക്കലും അതിനെക്കുറിച്ച് പരാതിപ്പെടാനൊന്നും പോയിട്ട് കാര്യമില്ല. കാരണം ആരും നമ്മളെ നിർബന്ധിച്ചിട്ടില്ലല്ലോ. ഇതിനകത്തോട്ട് വന്നത് നമ്മുടെ തീരുമാനമാണ്. അപ്പോൾ ആ തീരുമാനത്തിലൂടെ നമ്മൾ അങ്ങേറ്റം റെസ്പെക്റ്റ് കാണിക്കുക. പിന്നെ ഒരു സ്ഥലത്തിൻ്റെ ഫീച്ചേഴ്സ് മനസ്സിലാക്കിയിട്ട് വേണം അങ്ങോട്ട് വരാൻ. അവിടെ ചില അനിശ്ചിതത്വങ്ങളുണ്ടാവും.